ചാനലിന്റെ പേര് മറക്കരുത്. BTS. കുറെ കാലത്തിന് ശേഷം ഞാൻ ഒരാളെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. എന്റെ സ്വന്തം ഇവളുടെ ചാനൽ ദയവേത് ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഇവളുടെ തല തിന്ന് 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 ദയവേത് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വലിയ വിജയമാക്കി കൊടുക്കുക. ഇതിന്റെ സ്വന്തം ചാനലായിട്ട് കാണണം. അങ്ങനെ കാണേണ്ടതില്ല. ഈ ധ്യാൻ ചേട്ടന്റെ ഓപ്പണിംഗ് ഇന്റർവ്യൂ വെച്ചിട്ട് എനിക്ക് തുടങ്ങണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ധ്യാൻ ചേട്ടൻ കാരണം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവളെന്നെ വിളിച്ചില്ല. ധ്യാൻ ചേട്ടനെ വിളിച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല. അതൊന്നാമത്തെ കഴിഞ്ഞില്ല. ധ്യാൻ ചേട്ടൻ എന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പോയല്ലോ. എനിക്ക് ഇന്റർവ്യൂ തരാത്ത എന്തായിരുന്നു? ഞാൻ കരയും. അടുത്ത ഇന്റർവ്യൂ നോക്കിയിരുന്നു ചാനലിൽ. അടുത്ത ഞാനിവിടെ ഇന്റർവ്യൂ. ചാനലിന്റെ പേര് മറക്കരുത്. BTS. അതെ, സ്വന്തം ചാനലാ. അങ്ങനെ തന്നെ പറയണം. സ്വന്തം ചാനൽ പോലെ കാണണം. അതെ, പോലെ കാണണമെന്നാണ്. സ്വന്തം ചാനലാണ്. അതെ, ധ്യാൻ ചേട്ടൻ എന്തായാലും സ്വന്തം ചേട്ടനാണ്. അത് മാത്രം കെട്ടിയിടുമായിരിക്കും. എന്റെ സ്വന്തം ചാനലാന്ന് പറഞ്ഞത് മാത്രം. ഞാൻ ഒന്നും കെട്ടിയത്തില്ല. എല്ലാം ഇത് ഇങ്ങനെയാണ്. ധ്യാൻ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതിനിടയിൽ കൂടെ നീ ഇന്റർവ്യൂ എടുക്കണ്ട. അപ്പൊ ഇവിടെ നമുക്ക് വേറൊരാളും കൂടെ ഉണ്ട്. അതൊരു ശാപം പോലെ ഉണ്ടായിരുന്നില്ല അല്ലേ? അതാണ് നശിച്ചു പോട്ടെ എന്നുള്ള പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിന്റെ റോൾ മോഡൽ ഇൻസ്പിറേഷൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. BTF വലിയൊരു ഇതല്ലേ? ഞാൻ മനസ്സുകൊണ്ട് എന്റെ മാനിഫെസ്റ്റേഷൻ കൊണ്ടാണ് നീ ഇന്നൊരു അമ്മയാ. എനിക്ക് വേണ്ടിയും കൂടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാം. എനിക്ക് വേണ്ടി ഞാനും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. വേണ്ടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ചേട്ടാ. യെസ്, ധ്യാൻ ചേട്ടനെ അറിയുന്നില്ല. കണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ധ്യാൻ ചേട്ടൻ. നമ്മുടെ ഇത് അതിന് പടവും കൂടെ ഒന്നാവണം. സത്യം, എക്സാക്ട്. സോറി. ഓക്കെ, ബൈ.